ഇനി ആർക്കാണ് ചായ കിട്ടാത്ത? ചായ, ഗരം ചായ. ചായ കിട്ടാത്തവരാരാണ്? ഇനി ആർക്കാണ് ചായ? ചായ സർക്കാരിന്റെ ഏർപ്പാടാവും. പച്ചവെള്ളത്തിന് കുഴൽ വെച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. അതല്ലേ നമ്മൾ ചോദിച്ചത് പറയാ. കുടി. മോനെ എഴുന്നേൽക്ക്. ഇന്ന അല്ലേ കാക്ക, ഈ പ്രതാപൻ കമ്പനിയുടെ ആഫീസ് ഏതാ? പ്രതാപൻ സാറിന്റെ ആഫീസാ? ആ 3 മുതലാളിമാർ കൂടി നടത്തുന്ന കമ്പനി. അങ്ങനെ പറയ്. അത് കണ്ട, അത് കോർപ്പറേഷന്റെ ആഫീസ്. അതിന്റെ അപ്പുറത്ത് കമ്പനിയുടെ ഗോഡൌൺ. അതിന്റെ അപ്പുറത്ത് ഗൂർക്കയും ഗേറ്റും ഒക്കെ ആയിട്ട് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അതാണ് പ്രതാപൻ സാറിന്റെ ആഫീസ്. സുശീലേ, 9 മണിക്ക് ആഫീസ് തുറക്കുമ്പോ നമുക്ക് പോയി കാണാം. വലിയ ഉപകാരം. കായെടുത്തോളി. കാശോ? ഏത് കാശ്? ഇപ്പൊ മോന്തിയില്ലേ, അതിന്റെ കാശ്. അല്ല, അത് സർക്കാരിന് വെറുതെ കൊടുക്കുന്നല്ലേ? നിങ്ങൾക്ക് എന്താ പിരാന്തണ്ട? നമ്മൾ ഈ റോഡെ ചായ വെക്കണമെന്ന് കേട്ടാൽ തന്നെ സർക്കാരിന് കാശ് അങ്ങോട്ട് കൊടുക്കണം. കായെടുക്കി. ആർക്കാ ചായ കിട്ടാത്തെന്ന് ചോദിക്കുന്ന കേട്ടപ്പോ നമ്മൾ പിന്നെ പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യണമെന്ന് വെച്ചാ കായെടുക്കി. നിൽക്കാൻ നേരമില്ല. എത്ര കാശാ? 80 കാശ്. ഇവന് പകുതി ചാർജ് തന്നാ പോരെ? ചായന്റെ കാര്യത്തിൽ പകുതി ചാർജ് ഒന്നുമില്ല. കായെടുക്കി. മഹാഭാവി. വേഗമായിട്ട് എണീക്ക്, സമയമായി. എന്താ? പ്രതാപൻ മുതലാളിയുടെ ആഫീസ് ഇത് തന്നെയല്ലേ? അതെ. നിങ്ങൾ ആരാ? എവിടെ നിന്ന് വരുന്നു? കുറെ ദൂരെന്നാ. മുതലാളിയെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റും. എന്താ മുതലാളിക്ക് പാല് കണ്ണു കാണാൻ പാടില്ലേ? നീ വാ, ഇയാൾ പറയുന്നൊന്നും കണക്കാക്കണ്ട. മുതലാളി നമ്മുടെ സ്വന്തം ആളാ. നിക്ക് നിക്ക്, ഇവിടെ വരുന്നവരെല്ലാം മുതലാളിയുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞാൽ വരാറുള്ളത്. നിങ്ങൾ ഒന്ന് പോണം. നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത്? പോണം മിസ്റ്റർ. വരി പോകാം. താൻ എന്ത് ജാതി മനുഷ്യനാടോ? കൊണ്ടാരും സുരേഷ് മുതലാളി. ഇതാരും സത്യവാനല്ലോ? നമസ്കാരം മുതലാളി. നമസ്കാരം. നമസ്കാരം. എന്താ ഇവിടെ വിശേഷം പറയാൻ കുറെ അധികമുണ്ട്. എന്താ അത്തേക്ക് വരൂ. നിങ്ങളൊക്കെ ഇവിടെ നിൽക്കും. There wasn't any problem. I'm shipping the load tonight. Get your agent to collect it the day after tomorrow. Day after tomorrow. Yeah. Okay then. നമസ്കാരം മുതലാളി. സത്യം പറഞ്ഞാൽ ഇപ്പോഴാ സമാധാനമായത്. ആരാ? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? കവളപ്പാറ എസ്റ്റേറ്റിൽ നായാട്ടിന് പോയപ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തിയില്ലേ? സത്യപാലൻ. സത്യപാലൻ? ഞാൻ ഈയിടെയായിട്ട് വല്ലാത്ത ഓർമ്മ പശകലാണ്. ഇൻകം ടാക്സ്, എക്സൈസ്, അങ്ങനെ ഒരു 100 കൂട്ടം പ്രോബ്ലംസ് തലയും. അത് സാരമില്ല. ഞാനിപ്പോ വന്ന കാര്യം ചോദിച്ചില്ലല്ലോ. എന്തിനാ? കഴിഞ്ഞ ഉരുൾപൊട്ടല്ലേ ഞങ്ങളുടെ വീടും പറമ്പും ഒക്കെ അടിച്ചെടുത്തോണ്ട് പോയി. എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. നല്ലതിനാണെന്നാ? വീടും പറമ്പും പോയി, പെമ്പറന്നവരുടെ മാട് പോയി, മോന്റെ ആട് പോയി, തീർന്നില്ല. പിന്നെ അനിയത്തിപ്പെടിന്റെ തത്തയും പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അന്തോണി വന്നത്. അന്തോണിയോട് ഞാൻ മുതലാളിമാരുടെ കാര്യം പറഞ്ഞു. അപ്പൊ അന്തോണി പറഞ്ഞു, നീ നേരെ പോയി മുതലാളിമാരെ കാണാന്ന്. ആര് പറഞ്ഞു? അന്തോണി. അന്തോണി. അന്തോണിയാണ് ഈ സത്യക്രിസ്ത്യാനിയ. കാര്യമേ പറയൂ. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമുക്ക് തൽക്കാലം ഗോഡൌൺ കീപ്പറായിട്ട് നിർത്താം. എന്താ മതിയോ? അതെന്ത് ചോദ്യമാ മുതലാളി? ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അന്നത്തെ കാട്ടിലെ അക്രമികളിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചതിനെ ഞങ്ങളാണ് നിന്നോട് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നാളെ മുതൽ നീ ജോലിയിൽ പ്രവേശിച്ചു. നാളെ ആക്കണ്ട മുതലാളി. എന്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയാമോ? നാളെ ചെയ്യാനുള്ള ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ള ഇപ്പൊ ചെയ്യാം. ഇപ്പൊ അത് തന്നെ. ഗുഡ്. നിന്നെ പോലെ സത്യസന്ധനും ജോലിയോട് ആത്മാർത്ഥമുള്ളവരുമായ ഒരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇന്ന് തന്നെ ജോലി പ്രവേശിച്ചോളൂ. ഞാൻ സുശീലയോടും ഉഷയോടും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാം. അവർ പുറത്ത് കാത്തു നിൽക്കുക. വീട്ടുകാരടക്കമാണ് വന്നിരിക്കുന്നത്. പിന്നെ അല്ലാതെ അവർ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ പറ്റുമോ?
അപ്പോ സത്യപാലന ആവശ്യം സ്ഥലം വേണമല്ലോ. അക്കാര്യം ഞാൻ ഓർത്തില്ല. ഇന്നലെ റോഡ് വെക്കലെ കിടന്നുറങ്ങി. ആ, നമ്മുടെ കോളനിയിൽ വീട് വഴി കിടപ്പില്ലേ? ഉണ്ടല്ലോ. സത്യപാലന അവിടെ താമസിച്ചോട്ടെ. എന്താ? വലിയ ഉപകാരം. മുതലാളി എനിക്ക് വേണ്ടി ഇത്രയും ആലോചിക്കുമെന്ന് സത്യത്തെ ഞാൻ കരുതിയില്ല. എല്ലാവരും നമുക്ക് ഗോഡൌണിലേക്ക് പോവാം. ഓ, വരുന്നില്ലേ? ആഫീസിൽ ജോലിയാണ്. ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എപ്പോഴും പറയാറില്ലേ വിശ്വസ്തനായ ഒരു ഗോഡൌൺ കീപ്പർ കൂടി വേണമെന്ന്? ഇതാ സത്യപാലൻ എന്നാണ് പേര്. പണ്ട് കാട്ടിൽ വെച്ച് നടന്നൊരു സംഭവം മുതലാളി പറഞ്ഞിരിക്കുമല്ലോ. അന്ന് ഞാനാ അവരെ രക്ഷിച്ചത്. അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ എല്ലാം ഈശ്വരാധീനം അല്ലേ മുതലാളി? പക്ഷെ അതുകൊണ്ടൊന്നും എന്റെ കഷ്ടകാലം തീർന്നില്ല. ഇപ്പൊ ഒരു ഉരുൾപൊട്ടലുണ്ടായി. എന്തുണ്ടായി? ഉരുൾപൊട്ടൽ. എന്നിട്ട് ആ, ഇതാണ് സൂപ്പർവൈസർ വിശ്വനാഥൻ. നമസ്കാരം. ഇദ്ദേഹത്തിന്റെ കീഴിലാണ് നീ ജോലി ചെയ്യേണ്ടത്. അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് നന്ന്. അത് പിന്നെ പ്രത്യേകം പറയണം മുതലാളി. ഞാൻ എപ്പോഴും അടക്കത്തോടും ഒതുക്കത്തോടും കഴിയുന്നവനാ. പിന്നെ എന്റെ നാട്ടുകാർ പറയും ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നവനാണ്. പക്ഷെ ഉള്ളത് പറയണമല്ലോ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ നിമിഷം വരെ, ഏത് നിമിഷം വരെ? ഈ നിമിഷം വരെ ഞാൻ അനാവശ്യമായ ഒരു മനുഷ്യനോടും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നാട്ടുകാര് പറയുന്നതിൽ ഒരു അല്പം വാസ്തവം ഉണ്ടെന്ന് തോന്നുന്നു. വരൂ, തന്റെ ജോലി എന്താണെന്ന് അറിയണ്ടേ? പിന്നെ അല്ലേ? വരൂ. ഓ, ക്ഷമിക്കണം, വീട് മാറിപ്പോയതാ. ചേട്ടാ, ഇത് തന്നെ നമ്മുടെ വീട്. ഞങ്ങളൊക്കെ അയലന്തരക്കാരാ. ഇത് നമ്മുടെ ചായക്കാക്കയല്ലേ? അപ്പൊ നിങ്ങളത് മറന്നില്ല അല്ലേ? നമ്മള് തന്നെ തൊട്ടടുത്താ നമ്മുടെ വീട്. ഇതാ നമ്മുടെ മോള് സൈനവ. സുശീലേ, നീ ഇവർക്ക് ചായ എല്ലാം കൊടുത്തോ? ഞമ്മക്ക് ഇപ്പൊ ചായ ഒന്നും വേണ്ട, പിന്നെയും കുടിക്കാലോ. പിന്നെ ഇവിടുത്തെ ചായക്ക് കാശ് തരണ്ട. അത് അമ്മക്കിട്ടൊരു വെപ്പാണ്. നിങ്ങളിപ്പോ വന്നല്ലേ ഉള്ളൂ. പെങ്ങൾക്കും കെട്ടികൾക്കൊക്കെ വല്ലതൊക്കെ സംസാരിക്കാൻ കാണും. ഞമ്മള് പിന്നെയും വരാം. വാ മോളെ, വരണടാ. ഇനി നാളെ മതി. പോട്ടെ. ഓ, രണ്ടാളും വലിയ കൂട്ടായല്ലോ. നല്ല ആളുകള്, പാവങ്ങളായതുകൊണ്ടാവും. പണക്കാരായാലും എന്താ കുഴപ്പം? മുതലാളി എനിക്ക് എത്ര രൂപ ശമ്പളം തരാൻ പോകുന്ന അറിയാം? 375 രൂപ. എത്ര രൂപ? 375 രൂപ. ആ, മതി മതി. വിശ്വനാഥ് സാർ പറഞ്ഞിട്ടാ കേട്ടുന്നത്. കണക്കനുസരിച്ചുള്ളതെല്ലാം കേട്ടി കഴിഞ്ഞല്ലോ. സാർ, അവര് കണക്കിൽ കൂടുതൽ തിരക്കായിരുന്നു സാർ. കേട്ടിട്ടെ, പക്ഷെ കണക്കിൽ പതിവുള്ളത് പോലെ എഴുതിയാ മതി. അതെങ്ങനെ? എന്നാ ഇത് വെച്ചോ. നീ ഞാൻ മാത്രം അറിയാവൂ. ഇതെന്തിന്? നിന്റെ ഷെയറാണ്. ഇവിടുന്ന് ഓരോ ട്രിപ്പ് ചരക്ക് കയറ്റുമ്പോഴും നിന്റെ പങ്ക് നിന്റെ പോക്കറ്റിലെത്തും. അയ്യോ, ഇത് ചതിയാണ് സാർ. നമ്മളെ വിശ്വസിച്ചാണ് മുതലാളി നമ്മെ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ മുതലാളി വഞ്ചിക്കാൻ എന്നെ കിട്ടില്ല. സത്യപാല, സത്യം നിന്റെ പേരിൽ മാത്രം മതി, അല്ലെങ്കിൽ ജീവിക്കാൻ ഒക്കില്ല. ഈ രൂപ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ നോക്ക്. നിങ്ങൾ എന്താ നോക്കി വയ്ക്കുന്നത്? പോയി ചരക്കേറ്റ്. ചരക്കേറ്റാൻ ഞാൻ സമ്മതിക്കില്ല. നീ അങ്ങനെ വലിയ സത്യവാനൊന്നും ആവണ്ട. അവന്റെ അഭിനയം കണ്ടില്ലേ? കള്ളൻ. നീ എന്താ എന്നെ വിളിച്ചേ? കളയുന്നോ? പട്ടി, നീ എന്നെ വിളിച്ചേ? കളയുന്നോ? നിന്നെ കൊല്ലും. നിർത്തൂ, നിർത്തൂ. സത്യ, സത്യ. എന്നെ കള്ളനെ വിളിച്ച ഞാൻ നിന്നെയും തല്ലും, നിന്റെ തന്തയും തല്ലും, നിന്റെ തന്തയും തല്ലും. ഇവൻ കള്ളനാണ് മുതലാളി. കണക്കിൽ കൂടുതൽ തിരക്കേറ്റി അയക്കാൻ നോക്കായിരുന്നു. ഇവരൊന്നും വിശ്വസിക്കരുത്. ഇവന്റെ കള്ളത്തിനൊന്നും എന്നോട് പറ്റില്ല. ദേഷ്യപ്പെടാ സത്യൻ. നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ? വിശ്വനാഥൻ നിരപരാധിയാണ്. ഇത് നേരാണ് മുതലാളി. അതേത്? സാർ, ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കണം സാർ. സാരമില്ല. എന്ന് പറഞ്ഞ പോരെ സാർ, എന്നോട് ക്ഷമിക്കണം. നീ സത്യസന്ധനാണെന്ന് മനസ്സിലായി. അതേ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നുള്ളൂ. എന്നാലും എന്നോട് ക്ഷമിക്കണം സാർ. സാറിന് വല്ലാതെ വേദനിച്ചിരിക്കും. വരൂ സാർ, ഒരു ചായ കുടിക്കാം. വേണ്ട. പോരെ സാർ. സാർ എന്നോട് ഒരു ചായ കുടിച്ചാലേ എന്റെ മനസ്സിന് സമാധാനമാവും.
എന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. സത്യൻ, നാളെ മുതൽ നിനക്ക് ഞാൻ പ്രൊമോഷൻ തരുന്നുണ്ട്. 600 രൂപ ശമ്പളം. എന്താ? 600 രൂപയോ? എനിക്കെന്തിനാ മുതലാളി അത്രയും രൂപ? ഇനിയും നിനക്ക് പ്രമോഷനും ഉണ്ടാകും, ശമ്പളവും കൂടും. ഇത് 2 മാസത്തെ ശമ്പളം അഡ്വാൻസായി വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോ? നിന്നെ ഇവിടുത്തെ സ്ഥിരം തൊഴിലാളിയായി നിയമിച്ചുകൊണ്ടുള്ള എഗ്രിമെന്റ് ആണ്. ഒരു ഒപ്പിട്ട് തരുന്നതിൽ വിരോധമൊന്നുമില്ല. എന്തിനാ മുതലാളി അങ്ങനെയൊക്കെ പറയുന്നത്? ഒരൊപ്പത്തിന് 1000 എണ്ണം ഇട്ട് തരാം. എവിടെ? വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടോളൂ. എന്റെ മുതലാളിമാരെ എന്റെ കടലാസ് ഒപ്പിടാൻ വായിച്ചു നോക്കണമെന്ന് പറഞ്ഞാൽ അപ്പോ എന്റെ മുതലാളിമാരെ എനിക്ക് വിശ്വാസം ഇല്ലെന്നല്ലേ അർത്ഥം? എന്റെ മുതലാളിമാരെ എനിക്ക് നന്മ വരുന്ന കാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം. എവിടെന്ന് പറഞ്ഞു? ഇതാ ഇവിടെ. അപ്പൊ ഞാൻ വരട്ടെ. ഗോഡൌണിൽ ആരുമില്ല. ഏതായാലും പറ്റിയ ആളെ തന്നെയാണ് നമുക്ക് കിട്ടിയത്, അല്ലേ? അതെ. നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി.